بسم الله الرحمن الرحيم ആർത്തല ചലതല്ലിച്ചുതരുന്ന ബംഗാൾ ഉൾക്കടൽ. അനന്തവിശാല പ്രവിശാല സാഗരത്തിലെ കൗതുക ദേശത്തിന്റെ പേരാണ് ആൻഡമാൻ. ഹൃദ്യവും നയനാനന്ദകരവുമായ കാഴ്ചകൾക്ക് ഹരം പകരുന്ന ഇവിടം കാതൊന്നു ചേർത്ത് വച്ചാൽ പോയകാല ഓർമ്മകളുടെ നിലയ്ക്കാത്ത വെടിയൊച്ച കേൾക്കാം. രാജ്യത്തെ കട്ടുമുടിക്കാൻ കടന്നു വന്ന വൈദേശി പിശാചുകൾക്കെതിരെ സന്ധിയില്ലാ സമരം ചെയ്ത് സിംഹഗർജനം മുടക്കിയവരെ അടക്കാനും ഒതുക്കാനും തളക്കാനും ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ നാമമാണ് ആൻഡമാൻ. ഗതകാല സ്മരണകളുടെ ഓളത്തുടിപ്പുകൾക്കിടയിലും ഏറെ ശാന്തമാണിന്ന് ആൻഡമാൻ. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും മതമുള്ളവനും മതമില്ലാത്തവനും തോളോട് തോളൊരുമ്മി പാദത്തോട് പാദം ചേർന്ന് നിൽക്കുന്ന ഈ നാട് മലയാളം, ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ് അടക്കമുള്ള വൈവിധ്യ ഭാഷകളുടെ സംഗമ ഭൂമിക കൂടിയാണ്. 1920-കൾക്ക് ശേഷമാണ് ആൻഡമാനിൽ മലയാളി മുസ്ലിമീങ്ങൾ കൂട്ടമായി താമസിക്കുന്നത് തന്നെ. കഷ്ടപ്പാടിന്റെയും ദുരിതങ്ങളുടെയും പാരമ്യതയിലായിരുന്നു അവരുടെ ജീവിതം. അനുഗ്രഹീത പണ്ഡിതനും കവിയുമായിരുന്ന അല്ലാമ ഫളുൽ ഹഖ് ഖൈറാബാദിയുടെ പാദം പതിഞ്ഞ മണ്ണിൽ 1962-ൽ മാരായ മംഗലം മുഹമ്മദ് മുസ്ലിയാർ സന്ദർശനം നടത്തുന്നതോടെയാണ് മതകീയ പരിസരത്ത് പുതിയ വേരുകൾ മുളയ്ക്കുന്നത്. ഓഹോ, അപ്പൊ ഹൈദർ തങ്ങള് സീനിയർ, ജൂനിയറും. പിന്നെ അന്ന് വേറെ ആരാ ഉണ്ടായിരുന്നത്? പിന്നെ അറിയപ്പെട്ട കൊട്ടുമല ഉസ്താദും അന്ന് അവിടെ ഉണ്ട്. ഓഹോ, അന്ന് പ്രിൻസിപ്പള് ഷംസുലമൻ. ഓഹോ, 74 മുതലാണ് ഞാൻ പട്ടിക്കാട്. 74 അല്ലേ? ഓക്കെ. അപ്പോ പ്രാഥമിക വിദ്യാഭ്യാസവും ദർസ് പഠനമൊക്കെ കേരളത്തിൽ തന്നെ ആയിരുന്നു, അതല്ല നാട്ടിൽ തന്നെ? ഇവിടെയും കുറച്ച് പഠിച്ചു. നമ്മള് റോദത്തിലൊരു അറബി കോളേജിൽ പഠിച്ചു. അതിന്റെ ശേഷം ചാവക്കാട് പോയിട്ട് 2 കൊല്ലം പഠിച്ചു. അതിന്റെ ശേഷം പട്ടിക്കാട് കോളേജിൽ ചേർന്നു. ഓഹോ, പിന്നെയാണ് പട്ടിക്കാട് ജാമ്യയിൽ കയറുന്നത്. എത്ര വർഷം ഉണ്ടായിരുന്നു ദർസിലായിട്ട്? ദർസിൽ 2 കൊല്ലം. 2 വർഷം. അവിടെ എവിടെയാ? കേരളത്തിൽ എവിടെയാണ്? കേരളത്തില് ചാവക്കാട് തൊയ്യൂര്. തൊഴിയൂര് അല്ലേ? അവിടുത്തെ ഉസ്താദ് MK കുഞ്ഞഹമ്മദ് മുസ്ലിയാർ. സുന്നത്ത് ജമാഅത്ത് നിലനിർത്താൻ ഒരു സംഘശക്തി ആവശ്യമാണെന്ന ബോധത്തിന് പിന്നിൽ ബിദ്അഈ ചിന്താധാരകളുടെ ചില ചതിക്കുടുകളായിരുന്നു കാരണം. അങ്ങനെയാണ് ആൻഡമാനിലെ വിവിധ സുന്നി മഹല്ലുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 25 അംഗ കമ്മിറ്റി രൂപീകരിക്കുന്നത്. 31/3/1962 ആൻഡമാനിലെ വിംബർലിഗഞ്ചിൽ വെച്ച് ചേർന്ന സുന്നി പ്രവർത്തകരുടെ വിപുലമായ കൺവെൻഷനിൽ ആൻഡമാൻ സുന്നി മുസ്ലിം യുവജന സംഘം രൂപീകൃതമാവുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ ജാമിയ നൂരിയുടെ സ്ഥാപനം ആ സമയത്താണ് തുടങ്ങിയത്. ഓഹോ, ഒരേ സമയത്താണ്. ഒരേ സമയത്ത് തന്നെ അത്രമാത്രം പഴക്കമുണ്ട്. 63 എന്ന് പറഞ്ഞാൽ ജാമിയ നൂരിയുടെയും 62-63 അതിന്റെയും പ്രവർത്തനം, അതിന്റെ സ്ഥാപനം തുടങ്ങിയത്. അത് ഞാൻ 64 കണ്ടിട്ടുണ്ട്, ജാമ്യയിൽ പോയിട്ടുണ്ട്. 64 അവിടെ ഒരു യോഗം നടന്നിരുന്നു. അതായത് നിലമ്പൂർ പോകുന്ന ഭാഗത്തോട്ട് ഒരു തറ ഇട്ടിരുന്നു ആദ്യമായിട്ട് ജാമിയ നൂരിയുടെ. അതിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ടൊരു യോഗം ഞാൻ കാണുന്നത്. ആ യോഗത്തിൽ നമ്മുടെ EK ഉസ്താദ്, നമ്മുടെ വെയിലിത്ര ഉസ്താദ്, കുട്ടി ഹസൻ ഹാജി, അങ്ങനെ പല ഉലമാക്കളും അറിയപ്പെട്ട് ഇങ്ങനെ ആൾക്കാരോട് ചോദിച്ചു ഇതാരാണ് ഇതാണെന്ന് അങ്ങനെ അറിയപ്പെട്ട് ആ ഭൂമി കൊടുത്ത ബാപ്പു ഹാജി എന്നതിലുണ്ട് ആ സഭയിൽ. അങ്ങനെ പല മഹാന്മാരും അവിടെ ഉണ്ടായിരുന്നു. കണ്ട് അന്ന് സമ്മേളനത്തിനായിട്ട് പോയതാ? കാണാനായിട്ട് പോയതാ. അയ്യോ. അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ ജാമിയ നൂരിയെ ആദ്യമായിട്ട് 64 എൻ്റെ 10ാമത്തെ വയസ്സിൽ ഞാൻ നാട്ടിൽ പോയപ്പോൾ കാണുന്നത്.
മാഷാ അല്ലാ. അതൊരു എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ തോന്നുന്നത്. വല്ലാത്തൊരു ഓർമ്മകളും അനുഭൂതിയാണ് അല്ലേ. പ്രഥമ സുന്നി കൂട്ടായ്മയുടെ പ്രസിഡന്റ് AP അബ്ദുള്ള കുട്ടി സാഹിബും PM കുട്ടി മുസ്ലിയാർ വൈസ് പ്രസിഡന്റും PK മൊയ്തുന്നി സേഠ് ജനറൽ സെക്രട്ടറിയും PK ഹസൻ ഹാജി ട്രഷററുമായിരുന്നു. 100 അംഗ കേന്ദ്ര കൗൺസിലും 17 അംഗ പ്രവർത്തക സമിതിയും പ്രവർത്തന ഗോതയിൽ സജീവമായി. 1963 സംഘം വൈസ് പ്രസിഡന്റ് P മുഹമ്മദ് കുട്ടി മുസ്ലിയാർ കേരളത്തിൽ വന്ന് സമസ്ത നേതാക്കളുമായി ബന്ധപ്പെടുകയും തദടിസ്ഥാനത്തിൽ 1963 സമസ്ത നേതാവ് മർഹൂം KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടും B ഹസൻ കുട്ടി ഹാജിയും ഓർഗനൈസർമാരായി അന്തമാനിലെത്തുകയും ചെയ്തു. പിന്നീട് 1984 ചേർന്ന യോഗത്തിൽ വെച്ച് സംഘടനയുടെ പേര് സുന്നി മുസ്ലിം ജമാഅത്ത് എന്നാക്കി മാറ്റി. പേര് മാറിയെങ്കിലും അതേ ആശയവും ആദർശവും നിലനിർത്തി പോരുന്നുണ്ട് ഈ സംഘം ഇപ്പോഴും. നിലവിൽ എന്തൊക്കെയാണ് സംസ്ഥ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 100-ാം വാർഷികമൊക്കെ നടക്കുന്നുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് വല്ല ചലനങ്ങളും ഉണ്ടോ? അൽഹംദുലില്ലാ, സമസ്ത 100-ാം വാർഷികത്തിൻ്റെ അത് പ്രഖ്യാപിച്ചത് മുതൽ എല്ലാവരും സന്തോഷിക്കുന്നത് പോലെ തന്നെ ഇവിടെയുള്ള ആളുകളും വലിയ സന്തോഷത്തിലാണ്. ഇവിടെ അണ്ടമാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അണ്ടമാൻ കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയുടെ ഒരു ഘടകം ഇവിടെ ഉണ്ട്. എല്ലാ ജില്ലാ ഘടകങ്ങളും ഉള്ളതുപോലെ തന്നെ സമസ്തൻ്റെ അംഗീകാരത്തോടു കൂടെ പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അന്തമാൻ ഘടകം. അതിൻ്റെ സെക്രട്ടറി കൂടിയാണ് ഞാൻ. അപ്പോൾ അത് അൽഹംദുലില്ലാ ഞങ്ങൾ യോഗം ചേരുകയും ഇങ്ങനെ 100-ാം വാർഷികത്തിൻ്റെ ഭാഗമായി എല്ലാവരും ചെയ്യുന്നത് പോലെ നമുക്കും സമസ്തൻ്റെ ഒരു പ്രചരണം എല്ലായിടത്തും എത്തണം, എല്ലാ ആളുകൾക്കും എല്ലാവരുടെയും മനസ്സിലേക്ക് സമസ്തയുടെ സന്ദേശം എത്തിച്ചു കൊടുക്കണം എന്നുള്ള ആ ഒരു നിയത്തിൽ ഇവിടെ പല പരിപാടികൾക്കും രൂപം നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് 100 ആദർശ സദസ്സുകൾ മൊത്തം അന്തമാനിൽ നടപ്പിലാക്കുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായി അൽഹംദുലില്ലാ ഒരുപാട് സദസ്സുകൾ നടന്നു. സ്ത്രീകൾക്കായിട്ടും കുട്ടികൾക്കായിട്ടും ഇനി അതുപോലെ തന്നെ ചെറുപ്പക്കാരികൾക്കായിട്ട് നമ്മളെ മറ്റുള്ള ആളുകൾക്കായിട്ട് പ്രത്യേക സദസ്സുകൾ ഒരുക്കി ഒരു 100 സദസ്സുകൾ ഇൻഷാ അല്ലാഹ് ഈ 100-ാം വാർഷികത്തിൻ്റെ ഭാഗമായി 100-ാം വാർഷികത്തിൻ്റെ മുമ്പ് നടപ്പിലാക്കും ഇൻഷാ അല്ലാഹ്. ഏറ്റവും അവസാനമായിട്ട് സമസ്തയുടെ 100-ാം വാർഷിക പ്രഖ്യാപന സമ്മേളനം ബാംഗ്ലൂരിൽ, അതിൽ സാന്നിധ്യം ഉണ്ടായിരുന്നു അന്തമാൻകാരുടെ? അൽഹംദുലില്ലാ, അത് 100-ാം വാർഷികത്തിൻ്റെ ഒരു ഉദ്ഘാടനം എന്ന നിലക്കാണല്ലോ ഉണ്ടായത്. തീർച്ചയായിട്ടും അതിന് വലിയ രീതിയിൽ ആളുകൾ പങ്കെടുക്കാൻ താല്പര്യപ്പെടുകയും ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുക്കുകയും ഞാനും അതിൽ പോവുകയും ഒക്കെ ചെയ്തിരുന്നു. ഇവിടുന്ന് പ്രത്യേകം തയ്യാറാക്കിയ ആളുകൾ ഒന്നിച്ചു പോയി അന്ന് സമ്മേളനം നടക്കുന്നതിൻ്റെ തൊട്ട് പിറ്റേന്ന് വരെ വളരെ ആവേശത്തോടു കൂടി ടിക്കറ്റ് നോക്കി അങ്ങനെ വന്നവരുണ്ട്. അങ്ങനെയൊക്കെ അവിടെ എത്തിപ്പെട്ട ആൾക്കാർ ഉണ്ട്. എന്ന് വെച്ചാൽ സമസ്ത രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ആളുകൾ ഒരുപാടുണ്ട് അന്തമാൻ. അൽഹംദുലില്ലാ, സമസ്തയോട് വലിയ മഹബത്ത് വെക്കുന്ന സമസ്തയുടെ ആലിമീങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേക ഒരു സ്നേഹം കാണിക്കുന്ന ആളുകളാണ് അന്തമാൻകാർ. കാരണം സമസ്ത കൊണ്ട് അന്തമാനിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമസ്ത കൊണ്ടേ ഈ അന്തമാനിലെ ദീനി ചൈതന്യം നിലനിൽക്കാൻ സമസ്തക്ക് വലിയൊരു പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. 20/8/1964 ആൻഡമാൻ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ രൂപീകൃതമാവുന്നത്. കേന്ദ്ര ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ 83-ാം നമ്പറായി ഇത് അംഗീകരിക്കുകയും അതിന്റെ കീഴിലായി പരീക്ഷാ ബോർഡും മുഅല്ലിം ക്ഷേമനിധിയും പ്രവർത്തിച്ചു വരുന്നു. अंडमान का जो कैपिटल हमारा पोर्ट ब्लेयर है, पोर्ट ब्लेयर में अल्हम्दुलिल्लाह समस्ता के जो काम है ज़्यादा से ज़्यादा हमारा मदरसा के दायरे में काम चल रहा है. तो हमारे अंडमान में 2 रेंज हैं यहाँ पे, पोर्ट ब्लेयर रेंज जमीयतुल मुअल्लिमीन और अंडमान रेंज जमीयतुल मुअल्लिमीन. तो पोर्ट ब्लेयर रेंज जमीयतुल मुअल्लिमीन के दायरे में लगभग 13 मदरसा है और उस मदरसा के दायरे में हमारा समस्या का काम बहुत बेहतरीन तरीक़ा से चल रहा है. यानी आप देखा होगा SKSBV, तो SKSBV का जो हमारे बच्चों और उसके ऊपर जो यूथ के संगठन है SKSSF, उसका भी काम बहुत बेहतरीन तरीक़ा से अंडमान में चल रहा है. तो उसका वजह से यहाँ के जितने भी लोग हैं, जितने भी मदारिस है, मस्जिद है, वहाँ के जो लोग हैं तादाद सब हमारे साथ में जुड़ा हुआ है. जब भी हम लोग समस्या के काम के लिए जब उतरते हैं अल्हम्दुलिल्लाह उनके साथ में बहुत बेहतरीन रिस्पांस हमको मिलता है. उलेमा लोग हैं ना, उलेमा लोग इधर आए कभी? हाँ, यहाँ पर बहुत सबसे हमारे जैसा कि सबसे पहले श्री ज़ैनुद्दीन उस्ताद और हमारे पहले पुराने ज़माने के जितने भी बुजुर्गान दीन है समस्ता के, वो सब जन यहाँ पे आए. यहाँ पे कालमबाड़ी उस्ताद आए और अली कुटी उस्ताद अभी जो
हमारे संस्था के जनरल सेक्रेटरी है, प्रेसिडेंट जिफरी मुत्तकोया तंगल, तो उन लोग सब यहाँ पे आके अल्हम्दुलिल्लाह 4 चांद लगा चुके हैं यहाँ पे उन लोग। तो उसका ही एक फ़ायदा है हमारे अंडमान में, जितने भी मस्जिद है, मदरसा है, सब संस्था के दायरे में है। माशाल्लाह। हाँ, सब संस्था के दायरे में। बहुत हमें फ़क्र है उसके ऊपर में कि हमें संस्था के दायरे में हम लोग खिदमत करने का हम सबको मौका मिला। तो अल्हम्दुलिल्लाह बहुत बेहतरीन तरीक़े से काम चल रहा है। और बात यह है, हमारे जो 2 रेंज में, हमारे जो रेंज में है, हमारे बच्चों को हम उर्दू सिखाते हैं। मदरसा का सिलेबस हमें, मैं SKIMB बोर्ड का कैसा शुक्रिया अदा करूं मैं बोल नहीं सकता आपको, क्योंकि हमारे जैसा हमें बच्चों को चाहिए उस हिसाब से लैंग्वेज हमें दिया है। यानी हमारे यहाँ पे तो आप जानते ही है, यहाँ पे हमारा जो लैंग्वेज है हिंदी है। हम लोग बोलचाल हम लोग बात करते हैं, हिंदी में बात करते हैं। और हमारे संस्था जो है हमें विद्याभ्यास बोर्ड जो है हमें बुक जो है प्रोवाइड किए, उर्दू में प्रोवाइड करे। उसमें क्या हमारे बच्चों को हम लोग जो बोलता है वो बच्चों को समझ में आ जाता है। वो बहुत फ़ायदा हुआ हमारे बच्चों को। खासकर इस सिलसिले में मैं आपको ये बताना चाहता हूँ कि हमारे अंडमान की हिस्ट्री में सबसे फर्स्ट बार, हमारे अंडमान की हिस्ट्री में पहला बार ऐसा हुआ कि हमारे जो एक जिलानीपुर मदरसा है, हिदायतुल मुस्लिमीन मदरसा, वहाँ के जो एक बच्ची है वो अंडमान में टॉप प्लस किया है। माशाल्लाह जी, ये उसका बदौलत है। उर्दू जब बच्चों को, जब हम जो बात करते हैं बच्चों को समझ में आ जाता है, तो बच्चों को लिखने में पढ़ने में बहुत आसान हो जाता है। ആൻഡമാന്റെ ഹൃദയഭാഗത്ത് വിംബർലിഗഞ്ചിൽ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന സ്ഥാപനമാണ് റൗലത്തുൽ ഉലൂം അറബിക് കോളേജ്. 1963 പൗരപ്രധാനിയായിരുന്ന മർഹൂം PK കുഞ്ഞിദു ഹാജി എന്നവർ ദാനമായി നൽകിയ സ്ഥലത്ത് തുടങ്ങിയ സ്ഥാപനം ഉന്നതരായ ഒട്ടേറെ പണ്ഡിതർക്ക് ജന്മം നൽകി. P. മുഹമ്മദ് കുട്ടി ഉസ്താദ് 16 കുട്ടികളുമായി തുടങ്ങിയതിൽ പിന്നെ പ്രമുഖരായ പല പണ്ഡിതരും മാറി മാറി അധ്യാപനം നടത്തിയ സ്ഥാപനത്തിൽ അഗ്രേസര പണ്ഡിത പ്രതിഭ ഉസ്താദ് അബ്ദുൽ ഗഫൂർ അൽ ഖാസിമി വന്നതോടുകൂടി ചരിത്രം തന്നെ വഴിമാറി. സക്രിയമായ അദ്ദേഹത്തിന്റെ ഇടപെടൽ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. 1984 ഈ മണ്ണിലെത്തിയ സമസ്ത മുഫത്തിഷും ഓർഗനൈസറുമായിരുന്ന PP മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാരുടേതടക്കമുള്ള പല പേരുകളുമുണ്ട് എടുത്തു പറയാൻ. ഒരു അന്തമാൻ എന്ന് പറയുന്ന ഒറ്റ റേഞ്ചാണോ, എന്താണ് റേഞ്ച്? അന്തമാൻ എന്നുള്ളത് ഒരു റേഞ്ചിന്റെ പേരാണ്. സത്യത്തില് വേറൊരു റേഞ്ചും ഉണ്ട്, പോർട്ട് ബ്ലെയർ റേഞ്ച് പറഞ്ഞിട്ട് അക്കര ഭാഗത്ത് ഒരു റേഞ്ച് ഉണ്ട്. ഈ നമ്മുടെ ബോംബ് ഫ്ലാറ്റ് ഏരിയ നിലകൊള്ളുന്നത് അന്തമാൻ റേഞ്ച് എന്നുള്ള പേരിലാണ്. അന്തമാൻ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ. എത്ര മദ്രസകൾ ഉണ്ടാവും നിങ്ങളുടെ റേഞ്ചിൽ? എത്ര മദ്രസ ഉണ്ട്? ഈ അന്തമാൻ റേഞ്ചിന്റെ കീഴിലായിട്ട് 8 മദ്രസകളുണ്ട്. അതായത് 8 മദ്രസകൾ. അവിടുത്തെ പാഠ്യവിഷയങ്ങളൊക്കെ ഫുൾ സമസ്ത സിലബസ്? ഫുള്ള് സമസ്ത സിലബസ് തന്നെയാണ്. നമ്മളെ പോർട്ട് റേഞ്ചിൽ ഈ ഭാഗത്തുള്ള റേഞ്ചുകളിലൊക്കെ മദ്രസ സിലബസ് സമസ്തന്റെ തന്നെയാണ് അക്കാഡമിക് തലത്തിൽ. പിന്നെ അതിൽ തന്നെയാണ് ഈ ഒരു ഭാഷ ഒരു വിഷയം. ഹിന്ദി തന്നെയാണോ? അതല്ല അത് ഭാഷ നമ്മൾ ഹിന്ദിയാണല്ലോ ഇവിടെ ഭാഷ വേണ്ടത്. നമ്മൾ പഴമ നമ്മളെ കേരളത്തെ പിന്തുടർന്നുകൊണ്ട് ആ ഒരു മാതൃഭാഷയിൽ തന്നെ പോരുന്നത്, അതായത് മലയാളം അത് സ്വീകരിച്ച് കൊണ്ടാണ് പോരുന്നത്. അപ്പോൾ നമ്മൾ അറബി മലയാളം അതാ പോരുന്നത്. പക്ഷെ അത് കുട്ടികൾക്ക് ആ ഒരു വിഷയത്തിൽ ചെറിയൊരു പ്രയാസം കാണുന്നുണ്ട്. കുട്ടികളുടെ സംസാരം ഹിന്ദിയും പിന്നെ നമ്മൾ മദ്രസയിൽ പഠിക്കുന്നത് മലയാളം. അപ്പോൾ അതൊരു പക്ഷെ എല്ലാ കുട്ടികൾക്കും മലയാളം ശരിക്കാണ്ട് അറിഞ്ഞോളണമെന്നില്ല. എന്നാൽ നമ്മളെ ഈ ഏരിയകളിലൊക്കെ ചിലതും കുറേയൊക്കെ തിരിയുന്നുണ്ട്. ഒരു പക്ഷേ ഇനി ഫ്യൂച്ചർ ജനറേഷനിൽ ഇതെത്രമാത്രം ഉപയോഗത്തിൽപ്പെടും, അല്ലെങ്കിൽ ഇതുകൊണ്ട് വലിയ നേട്ടം ഉണ്ടാവുമോ നഷ്ടം വരും നമുക്ക് പറയാൻ സാധ്യമല്ല. അതായത് സംസാര ഭാഷ മലയാളം. മലയാളം ഇക്കര ഭാഗത്ത് അധികം നമ്മുടെ വീടുകളിലുമൊക്കെ അധികം ഞങ്ങളെ ജനറേഷനൊക്കെ സംസാരിച്ചിരുന്നു. ഇപ്പോൾ ഞാനൊക്കെ വീട്ടിൽ കർശനമായിട്ടും മലയാളം സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കുട്ടി തീർച്ചയായും മുഴുവൻ മലയാളം സംസാരിക്കും. സ്കൂൾ പോകാൻ തുടങ്ങിയപ്പോൾ ഹിന്ദിയും വളരെ നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. ASMJ അഥവാ അന്തമാൻ സുന്നി മുസ്ലിം ജമാഅത്തിന് കീഴിലാണ് മഹല്ലുകൾ പ്രവർത്തിക്കുന്നത്. അതിനാവട്ടെ സമസ്തയുടെ സുന്നി മഹൽ ഫെഡറേഷന്റെ അംഗീകാരവുമുണ്ട്. സമൂഹത്തിൽ ചിതറിത്തെറിച്ചു പോയ അനാഥകൾക്കും അഗതികൾക്കും സാന്ത്വനമേകുന്നതോടൊപ്പം പ്രസ്തുത സംഘത്തിന് കീഴിൽ ഇംഗ്ലീഷ് മീഡിയം, അറബിക് കോളേജ്, ഹിഫ്ലുൽ ഖുർആൻ കോളേജ് തുടങ്ങിയവയും നടന്നുവരുന്നു. मेन तो हमारा ये है मकसद, हमारा समस्ता का जो दायरे में हम लोग का, खासकर हमारे पोर्ट ब्लेयर में हम लोग एक
5 मदरसा मस्जिद मिलाकर एक कमेटी बनाया हुआ है, SKSSF, माशाल्लाह। हाँ। समस्ता केरला सुन्नी स्टूडेंट फेडरेशन का एक सिटी यूनिट कमेटी। अच्छा। जी, तो यहाँ के जो हमारे जितने भी नौजवान हैं वो हमारे साथ में जुड़ा है। माशाल्लाह। और वो भी आपको ये मैं बताना चाहता हूँ कि वो हमारे जितने भी कमेटी हैं, जितने भी जो ये 5 मस्जिद के जो कमेटी उसके दायरे में काम कर रहा है। अच्छा। हाँ, उनके दायरे में, उनके साथ में, उनका सलाह मशवरा से ही हम लोग वो जो SKSF जो सिटी कमेटी है, यूनिट कमेटी, वो पॉपुलर यानी कुल मिला के तो सिटी कमेटी, सिटी कमेटी के नाम से, क्योंकि हमारे यहाँ पे क्या है, तादाद बहुत कम है। अच्छा। ये 5 जो मोहल्ला में जो लोग बहुत कम है, और उस हिसाब से क्या है, हम लोग 5 मोहल्ला मिला के क्या है, हम लोग एक कमेटी बनाया हुआ है, SKSF जो सिटी यूनिट कमेटी। अच्छा। अल्हम्दुलिल्लाह वो यहाँ के नौजवान जो क्या है, उनसे जैसा हो सकते हैं, अल्हम्दुलिल्लाह बहुत बेहतरीन काम कर रहा है। കർമ്മോത്സുകതയുടെ നിറയൗവന ശോഭകളായി SKSSFും സജീവമായി തന്നെയുണ്ടിവിടെ. സ്തുത്യർഹമായ സേവനങ്ങളിൽ സമർപ്പിതരാണ് അവരുടെ മെയ്യും മനവും. ഇപ്പോൾ കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് SKSFിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സുസജ്ജമായിട്ട് തന്നെയാണ്. അതിന് പ്രവർത്തകർ എന്തിനും തയ്യാറായിട്ടുള്ള പ്രവർത്തകർ തന്നെയാണ് അന്തമാനിലുള്ളത്. അപ്പോൾ കഴിഞ്ഞ അവസാനം ഇപ്പോൾ ഈ ഇറങ്ങിപ്പോയ കമ്മിറ്റികൾ വരെ അവർ നല്ലൊരു നിലയിലേക്ക് SKSFിനെ എത്തിച്ചുകൊണ്ടാണ് അവർ ഈ സ്ഥാനം നമുക്ക് കൈമാറി തന്നു പോയത്. അതിവിടെ NGOs അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യാന്നുള്ളൊരു പരിപാടിയുണ്ട്. അത് അങ്ങനത്തെ NGOസിനെ, ഇപ്പോൾ ഈ സംഘടനകളൊക്കെ അഡ്മിനിസ്ട്രേഷന് എന്താണ് NGOകളാണ്, അല്ലാതെ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഓർഗനൈസേഷന് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ രജിസ്റ്റേർഡ് ആയിരിക്കണം. അപ്പോൾ അവർക്ക് ഇവിടെ പ്രവർത്തനം നടക്കാനുള്ള അവകാശമുള്ളൂ. അംഗീകാരം SKSFിന് കിട്ടിയിട്ടില്ല. SKSFിന് കിട്ടിയിട്ടുണ്ട്. അതാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പോയ കമ്മിറ്റി അത് ഒരുപാട് വർക്ക് അതിൽ ചെയ്യാനുണ്ട്. ഒരുപാട് സ്കാനിങ്ങുകൾ നടക്കും. ഓരോ പ്രവർത്തകരെയും, അതിൻ്റെ എക്സിക്യൂട്ടീവിൽ പെട്ട ഓരോ ആളുകളെയും എന്താണ് അവരന്വേഷിച്ച് സ്കാൻ ചെയ്തിട്ടാണ് അതിന് അപ്രൂവൽ തരിക. അപ്പോൾ അതൊക്കെ അവർ ചെയ്തു വെച്ച് ഏതായാലും അൽഹംദുലില്ലാഹ് അഡ്മിനിസ്ട്രേഷനിൽ വരെ SKSF എന്തായിട്ടുണ്ട്, രജിസ്റ്റേർഡ് ആയിട്ടുണ്ട് എന്നുള്ളത്. സ്റ്റേറ്റ് കമ്മിറ്റിയുടെ അപ്ഡേഷനുകളും അതിന്റെ കാര്യങ്ങളൊക്കെ അതേപടി അങ്ങനെ നടപ്പിലാക്കാറുണ്ടോ? ഇവിടുത്തെ അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതെ, അപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി തരുന്ന എന്ത് നിർദ്ദേശങ്ങൾ അതിലുപരി നാഷണൽ കമ്മിറ്റി, കാരണം മറ്റുള്ള ഇപ്പൊ ഇതൊരു സ്റ്റേറ്റ് കമ്മിറ്റി ആണല്ലോ. അപ്പോൾ സത്യത്തിൽ കേരള സ്റ്റേറ്റ് കമ്മിറ്റി അല്ല സർക്കുലർ പുറപ്പെടുവിക്കേണ്ടത്, നാഷണൽ കമ്മിറ്റിയാണ്. പക്ഷെ നാഷണൽ കമ്മിറ്റി ഇപ്പോൾ ഫോമിൽ ആണ് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റിൻ്റെ ആ സർക്കുലർ പ്രകാരം തന്നെയാണ് നമ്മൾ പ്രവർത്തിച്ചു പോക്ക്. ഇപ്പോൾ മനുഷ്യാലിക അവിടെ നടക്കലുണ്ട് വർഷങ്ങളായിട്ട്, ഫ്രീഡം സ്ക്വയർ നടക്കുന്നുണ്ട്. അതൊക്കെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ആ സർക്കുലർ പ്രകാരം തന്നെയാണ്. പിന്നെ നമ്മൾ ബന്ധപ്പെടാറുള്ളതും കേരള സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നേതാക്കന്മാരോട് തന്നെയാണ്. അവരോട് നിർദ്ദേശങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അവരോട് ഉപദേശം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് സംഘടന ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. സമസ്തയുടെ കൊടിക്കീഴൽ അണിനിരക്കുന്നതിൽ ഏറെ അഭിമാനവും അതിലേറെ ചാരിതാർത്ഥ്യവും ഉണ്ട് ഇവിടുത്തുകാർക്ക്. What influence did Samasta or SKSF have among people here? The Malabar Muslims of Andaman Nicobar Islands, originally if you see, they are very attached and affectionate towards their home state Kerala. Particularly our forefathers had a very important role to play, and the stress that they made in setting up the various Ahlus Sunnat wal Jamaat masajids over in the islands. Because of this reason, we have well set up Samasta functioning over in the Andaman Nicobar Islands. The Andaman Sunni Muslim Jamaat functions directly under the Samasta, and under that we have various Mahalla committees functioning. Here if you see, in the 1970s and 80s, our forefathers stressed on the fact that we should have very well established and convenient space for our devotees. The masjids that we see today in Dilanipur, in Malabar, in Hado, and in other parts of Bamboo Flat region like Stewart-Ganj, Bumballi-Ganj, is all due to the efforts and hard work of our forefathers. During that time, because even after their financial hardships, they spent a lot of money and set up these well-built structures for us, which we see today. And because of this, now we have a well-structured functioning of Samasta in the islands. And you also see that Samasta Kerala Sunni Students Federation also started its functioning in the year 2005 in the islands. And currently the Samasta Kerala Sunni Students Federation has a very active role to play in the islands, and collaborating with Andaman Nicobar administration, it is very well functioning across various fields, like in blood donation, in conducting various relief camps,
providing helps to very needy patients. So apart from the Dini Dawats and other programs that it does. So the whole of the tide that Samasta and SKSSF has brought about in shaping the lives of islands is incredible. ജനങ്ങളിൽ ബഹുഭൂരിഭാഗവും സുന്നി ആശയങ്ങളെ നെഞ്ചേറ്റുന്ന ഈ മണ്ണ് തിന്മകൾക്ക് തിരുത്തായും നന്മകൾക്ക് കരുത്തായും നിലകൊള്ളുന്നു. പൂർവികർ കാട്ടിയ മഹിത പാരമ്പര്യത്തിന്റെ താവടയിൽ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് ഗമിക്കുമ്പോഴും മലയാളി സംഘബോധത്തിന്റെ തങ്കശോഭ സമസ്ത തന്നെയാണ് ഇവരുടെ വാക്കും ഊക്കും. ഇരമ്പിയാർക്കുന്ന അലമാലകൾക്കോ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകൾക്കോ നിലയ്ക്കാത്ത പേമാരികൾക്കോ അതിനെ ഭേദിക്കാനാവില്ലെന്ന് സാരം.